ഹലോ, ഇന്ന് ഞങ്ങൾക്ക് ഓണപരിപാടിയാണ് ഓഫീസിൽ. അപ്പം ഞാൻ ഓഫീസിലേക്ക് പോവുകയാണ്. അപ്പം ഇന്ന് ഉത്രാടാണ് ദിവസം. പരിപാടി എന്ന് പറയുമ്പോൾ വലിയ പരിപാടിയൊന്നുമല്ല, ഒരു ചെറിയ പൂക്കളം, പിന്നെ ചെറിയൊരു സദ്യ, ഇത്രേ ഉള്ളൂ. ബാക്കി സമയത്തൊക്കെ നമ്മൾ പണിയെടുക്കണം, അങ്ങനെയാണ്. ഓക്കെ, അപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നാണ് മോർണിംഗ് ആണ്. ഞാനിത് വ്ളോഗ് ആക്കണമെന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. എനിക്കറിയില്ല എത്രത്തോളം പറ്റും എന്നുള്ളത്. ഇതാണ് എൻ്റെ ഓഫീസിലെ ജിയോ ചേട്ടനാണ് ഞങ്ങളുടെ പൂക്കളൊക്കെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഈ അസുലഭ നിമിഷത്തിൽ ജിയോ ചേട്ടൻ എന്തെങ്കിലും പറയാനുണ്ടോ? പറ. എനിക്കൊന്നും പറയാനില്ല. നമ്മളെ വാമനൻ വരുന്നുണ്ട്. വാമനോ? ഇത് അടുത്തൊരാള്. ഇത് നമ്മുടെ ഓഫീസിലെ വേറൊരാളാണ്. ഇതേപോലെ അങ്ങനെ വരാൻ വൈകിയതിൻ്റെ റീസൺ നമ്മളെ നല്ല സക്സസ്ഫുള്ളി പറഞ്ഞ് കൺവിൻസ് ചെയ്തു. ഇനി നമ്മൾ നേരെ ഓഫീസിൽ പോവുകയാണ്. ശരിക്കും നമ്മളൊരു 7:30 ആവാറാകുമ്പോഴാണ് പോവാറ്. പക്ഷേ ഇന്ന് നമുക്ക് പൂക്കളൊക്കെ ഇടാനുള്ളത് കൊണ്ട് പൂവൊക്കെ വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ കുറച്ച് നേരത്തെ ഇറങ്ങുകയാണ്. ആ 6:15 ആയപ്പോൾ ഇറങ്ങി. ഇതേ സഡൻ റൈസ് ചെയ്ത് വരുന്നുള്ളൂ. സത്യം പറഞ്ഞാൽ പെട്ടെന്നുള്ള ഒരു പ്ലാൻ ആയതുകൊണ്ട് തന്നെ നമുക്കങ്ങനെ വലിയ കുറേ പരിപാടികളൊന്നുമില്ല. രാവിലെ പൂക്കളിടുന്നു, ഉച്ചയ്ക്ക് സദ്യ, പിന്നെ ബാക്കി നോർമൽ പണിയെടുക്കുന്നു, അങ്ങനെയൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഒരു കാര്യം കൂടെ പറയാനുണ്ട്. എന്താണെന്ന് വെച്ചാൽ എനിക്ക് സെറ്റ് സാരി അങ്ങ് സെറ്റായില്ല. കാരണം എനിക്ക് സാരി എടുക്കാൻ അറിയില്ല. പിന്നെ ഈ ഒരു റെഡി ടു വെയർ സാരി വെച്ച് ഞാനങ്ങ് അഡ്ജസ്റ്റ് ചെയ്തു. ഇത് ഈ കാണുന്ന കേട്ടോ ഞങ്ങളുടെ സൈറ്റിൽ ഫസ്റ്റത്തെ ബിൽഡിംഗ്. അപ്പോൾ സൈറ്റിലുള്ള ഓഫീസിലാണ് നമ്മൾ പണിയെടുക്കുന്നത്. ഓഫീസിൽ എത്തിയിട്ടുള്ള നമ്മുടെ ആദ്യത്തെ ടാസ്ക് എന്ന് പറയുന്നത് ഈ പൂക്കളെല്ലാം നന്നാക്കലായിരുന്നു. അപ്പോൾ എല്ലാവരും എത്തി തുടങ്ങുന്നുള്ളൂ. അപ്പോൾ വരുന്നവരൊക്കെ ഇങ്ങനെ പൂവൊക്കെ നന്നാക്കാൻ തുടങ്ങി. അപ്പോൾ ആ റോസാപ്പൂന്ന് ഞാൻ 2 പൂവും എടുത്ത് തലയിലൊക്കെ വെച്ചു. അങ്ങനെ വളരെ വിജയകരമായി നമ്മൾ പൂക്കളെല്ലാം നന്നാക്കി കഴിഞ്ഞു. ഇനി പ്രധാനപ്പെട്ട പരിപാടിയാണ് പൂക്കളിടണം. നേരത്തെ കാണിച്ചൊന്നുമില്ല ഡിസൈൻ. വളരെ പ്രൊഫഷണലായിട്ടാണ് നമ്മൾ പൂവിടാൻ പോകുന്നത്. എവിടെ പൂവിടണമെന്ന് നമ്പർ വരെ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ ബാക്കിയുള്ള എല്ലാ മലയാളം അംഗന്മാരും എത്തിച്ചേർന്നിട്ടുണ്ട്. അങ്ങനെ ക്യാബിനിലെത്തി ബാഗ് വെച്ച് നമ്മൾ ഫസ്റ്റ് ചെയ്തത് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കലായിരുന്നു. ഫോട്ടോ എടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ലേറ്റസ്റ്റായിട്ട് ഒരാളും കൂടെ കയറി വന്നു. അങ്ങനെ മനോഹരമായിട്ടുള്ള പൂക്കളായിട്ട് നമ്മളെല്ലാവരും കണ്ണിൽ എണ്ണൊഴിച്ച് കാത്തിരിക്കുകയായിരുന്നു ഫോർ ദ മോസ്റ്റ് അവൈറ്റഡ് മൊമെൻറ്റ് ഓഫ് ദ ഡേ. അതെ, സദ്യ ഇല്ലാതെ എന്തോണം അല്ലേ. പിന്നെ വൈകിട്ട് നമ്മളെല്ലാവരും കൂടെ മാവേലിയുടെയും പൂക്കളത്തിൻ്റെയും ഒപ്പം നിന്ന് വലിയൊരു ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുത്തു. പിന്നെ എല്ലാവരോടും ടാറ്റയൊക്കെ പറഞ്ഞ് ഓണമൊക്കെ വിഷ് ചെയ്ത് തിരിച്ച് റൂമിലോട്ട് പോവുകയാണ്. ഇനി നേരെ റൂമിലോട്ടാണ് ഞാൻ പോകുന്നത്. സത്യം പറഞ്ഞാൽ എനിക്കത് ദിവസം ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. അങ്ങനെ വലിയ ഓണം സെലിബ്രേഷൻ ഒന്നും ആയിരുന്നില്ല. ബട്ട് സ്റ്റിൽ ഇങ്ങനെ തിരക്കേറിയ ജീവിതത്തിൻ്റെ ഇടയിൽ നമ്മുടേതായിട്ടുള്ള രീതിയിലുള്ള ആഘോഷങ്ങളും ആ ഒരു ഒത്തുചേരലും എല്ലാം എന്തോ അതിൻ്റെ ഭയങ്കര സന്തോഷമാണ്. എന്തൊക്കെയല്ലേ പറയുന്നത്. Yes, that is my എൻ്റെ ഒരു ദിവസത്തെ ബ്ലോഗ് ഇവിടെ അവസാനിക്കുകയാണ്. ഷെയർ ചെയ്യൂ, ലൈക്ക് അടിക്കൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. ഒന്നുകൂടെ ഇല്ല ഞാൻ പറയില്ല, പ്ലീസ്. ഇല്ല പറയില്ല. അർഷദ് പറഞ്ഞു നിങ്ങൾ ആര്യയുടെ ചാനൽ ലൈക്ക് അടിക്കൂ, ഷെയർ അടിക്കൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. അതിന്റെ ആ ബെല്ലൈക്കൺ നിങ്ങൾ യൂട്യൂബാ. എനിക്കറിയാം എന്തായാലും ഞാൻ ഈ വീഡിയോ ഓണത്തിന് ശേഷമായിരിക്കും പോസ്റ്റ് ചെയ്യുക. എന്നാലും എല്ലാവർക്കും എൻ്റെ ഹാപ്പി ഓണം. താങ്ക് യു.